ഈ സാധനം നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ജർമ്മനിക്ക് പോവുക കേട്ടോ. ഉൽപ്പാദിപ്പിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഇത് കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച് ഇതിവിടെ നിന്ന് തൂത്തുക്കുടി ചെന്ന് അവിടെ നിന്ന് കപ്പൽ മാർഗം ജർമ്മനിക്ക് പോവുക. നമ്മുടെ നാടിൻ്റെ വളർച്ചയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെയുള്ള വലിയ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. നോക്കിക്കേ, എന്നാ വലിയ സാധനം. ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇത് ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് തൂത്തുക്കുടി ചെന്നിട്ട് കപ്പൽ മാർഗം ജർമ്മനിക്ക് പോവാം. കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മിഷനറിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഭയങ്കരമല്ലേ? എന്നിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ കയറിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് മഹാവിഡ്ഢിത്തരമല്ലേ? വർഗീയത വിളിച്ചു പറഞ്ഞ് ആ ഭരണകൂടത്തിനെതിരെ നമ്മൾ കൈ ചൂണ്ടുന്നത് ശരിയാണോ? ഞാൻ ഒരു പാർട്ടിക്കാരനായിട്ട് ഞാൻ പറയുകയല്ല. നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ വളർച്ച നമ്മൾ അങ്ങനെ തന്നെ കാണണം. എനിക്കിത് കണ്ടിട്ട് വളരെ അഭിമാനം തോന്നി. എൻ്റെ ഇടയ്ക്കൽ ഇവരിപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് തൂത്തുക്കുടി ചെന്നിട്ട് അവിടുന്ന് ഈ സാധനം ജർമ്മനിക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഒന്ന് ഓർത്തേ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നോ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടാക്കി ഇത് വേറൊരു രാജ്യത്തോട്ട് ഇത് പോവുകയാണ്? അപ്പം അത്രയ്ക്ക് നമ്മുടെ ഇന്ത്യ വളർന്നു എന്നുള്ളതാണ്. ഇത് ആയിരക്കണക്കിന് പീസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് വഴി നീളെ ഇതിങ്ങനെ കാണാം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇവരിങ്ങനെ സ്റ്റേ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. നമ്മളോരോ ഇന്ത്യക്കാരും അഭിമാനം കൊള്ളണം. ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുന്ന് കയറ്റുമതി ഉണ്ടാകട്ടെ ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും. ജയ് ഹിന്ദ്.